ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസും അതിൻ്റെ പേപ്പേഴ്സിനെ കുറിച്ചുമാണ്. അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപേയായി സിലബസ് നമുക്ക് എവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞു തരാം. ഏതെങ്കിലും സൈറ്റിൽ പോയി എടുക്കുന്നതിനു പകരം UPSCയുടെ സൈറ്റിൽ UPSCയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. UPSC സിവിൽ സർവീസ് നോട്ടിഫിക്കേഷൻ 2024 എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ വരുന്ന ലിങ്കിൽ കയറിയാൽ 2024 UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ്റെ PDF കിട്ടും. അതിൽ സിവിൽ സർവീസ് എക്സാമിൻ്റെ എലിജിബിലിറ്റി, ഏജ് റിലാക്സേഷൻ, എക്സാം പാറ്റേൺ, സിലബസ്, ഓപ്ഷണൽ പേപ്പേഴ്സിൻ്റെ ലിസ്റ്റ് എന്ന് തുടങ്ങി നമുക്ക് വേണ്ട വിവരങ്ങളെല്ലാം ലഭ്യമാണ്. കൂടാതെ ഏതൊക്കെ സർവീസസ് ആണ് ഉള്ളത്, IFS, IAS, IPS മാത്രമല്ല മറ്റ് ഒട്ടേറെ സർവീസസ് സിവിൽ സർവീസ് എക്സാം വഴി നമുക്ക് ലഭിക്കും. അതേപറ്റിയുള്ള വിവരങ്ങളും ഈ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാകുന്നതാണ്. സിവിൽ സർവീസിന് 3 ഘട്ടങ്ങളാണുള്ളത്: പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ, ഇൻ്റർവ്യൂ. സിവിൽ സർവീസ് ആസ്പിരൻസ് പ്രിലിമിനറി, മെയിൻസ് എന്നിങ്ങനെ സെപ്പറേറ്റ് ആയി പഠിക്കാറില്ല. മെയ്യിൽ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുകയാണെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ തന്നെ മെയിൻസ് എക്സാം ഉണ്ടാകും. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മെയിൻസിൻ്റെ മുഴുവൻ ടോപ്പിക്ക് പഠിച്ചു തീർക്കുക എളുപ്പമല്ല. മെയിൻസ് എക്സാമിനായി ആൻസർ എഴുതി പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. 20 ക്വസ്റ്റ്യനിൽ 1 ക്വസ്റ്റ്യൻ എഴുതാൻ നമുക്ക് കിട്ടുന്ന ടൈം എന്ന് വെച്ചാൽ 7 മിനിറ്റോ 9 മിനിറ്റോ ആയിരിക്കും. ആ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കണ്ടന്റ് അട്രാക്റ്റീവായി പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ 7 മിനിറ്റിനുള്ളിൽ ക്വസ്റ്റ്യൻ വായിച്ചു മനസ്സിലാക്കണം, ആൻസർ സ്ട്രക്ചർ ഉണ്ടാക്കുകയും അത് എഴുതി ഫലിപ്പിക്കുകയും വേണം. ഇനി നമുക്ക് സിലബസ് ഡിസ്കസ് ചെയ്യാം. പ്രിലിമിനറി സ്റ്റേജിൽ 2 എക്സാമാണുള്ളത്, GS1ഉം GS2ഉം. ഇതാണ് അതിൻ്റെ സിലബസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് എ പ്രിലിമിനറി എക്സാമിനേഷൻ, പേപ്പർ 1 200 മാർക്സ്, ഡ്യൂറേഷൻ 2 hours. അതിൽ എന്തൊക്കെയാണ് സിലബസ് എന്ന് നോക്കാം. കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഇന്ത്യ ആൻഡ് വേൾഡ് ജോഗ്രഫി, ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്തി രാജ്, പബ്ലിക് policy rights issues, economic and social development, sustainable development, poverty, inclusion, demographics, social sector initiative, etc. General issues on environmental ecology, biodiversity and climate change that do not require subject specialization. And last one is general science. ഇനി പേപ്പർ 2ൻ്റെ സിലബസ്, അതായത് CSATൻ്റെ സിലബസ്, CSATൻ്റെ സിലബസ് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും. അത് പേപ്പർ 2ന് 200 മാർക്സ് ആണ്. അതൊരു ക്വാളിഫയിങ് പേപ്പറാണ്. അതിൻ്റെ ഡ്യൂറേഷൻ 2 hours ആണ്. അതിൽ വരുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. കോംപ്രഹെൻഷൻ, ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലോജിക്കൽ റീസണിംഗ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, decision making and problem solving, general mental ability, basic numeracy, numbers and their relations, orders of magnitude, etc. Class 10th level. പിന്നെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, ചാർട്ട്സ്, ഗ്രാഫ്സ്, ടേബിൾസ്, ഡാറ്റ സഫിഷ്യൻസി എക്സെട്ര. അതും ക്ലാസ് 10th ലെവൽ. പിന്നെ 2-3 നോട്ട്സ് ആണ്. അതിലൊന്നാമത്തത് പേപ്പർ 2 ഓഫ് ദ സിവിൽ സർവീസസ് പ്രിലിമിനറി എക്സാമിനേഷൻ വിൽ ബി എ ക്വാളിഫയിങ് പേപ്പർ വിത്ത് മിനിമം ക്വാളിഫയിങ് മാർക്സ് ഫിക്സ്ഡ് അറ്റ് 33%. 33% ആണ് ഇതിൻ്റെ ക്വാളിഫയിങ് പേപ്പറിൻ്റെ, അതായത് പേപ്പർ 2ൻ്റെ ക്വാളിഫയിങ് മാർക്ക്. 200ൻ്റെ 33% എന്ന് വെച്ചാൽ 66. 200ൻ്റെ 33% എന്ന് വെച്ചാൽ 66 മാർക്സ്. നോട്ട് 2 എന്ന് പറയുന്നത് ദ ക്വസ്റ്റ്യൻ വിൽ ബി മൾട്ടിപ്പിൾ ചോയ്സ് ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ്. നോട്ട് 3, it is mandatory for the candidate to
appear in both the papers of civil service prelim examination for the purpose of evaluation. ഇവാലുവേഷന് 2 പേപ്പറിനും കാൻഡിഡേറ്റ് അപ്പിയർ ചെയ്തിട്ടുണ്ടാവണം എങ്കിൽ മാത്രമേ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. അതാണ് 3ാമത്തെ നോട്ടിൽ പറയുന്നത്. GS പേപ്പർ 1-ൽ കറണ്ട് അഫയേഴ്സിൽ നിന്നും റിലവൻ്റ് ആയത് എങ്ങനെ മനസ്സിലാകും എന്ന് ചോദിച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ സിലബസും നോക്കുക. അങ്ങനെ റിലവൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാനൊരു കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്. മെൻ്റൽ എബിലിറ്റി ആയാലും മാത്സ് ആയാലും ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ആയാലും എല്ലാം വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ഇതിൽ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ അറ്റംപ്റ്റ് ചെയ്താൽ തെറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്സ് അറ്റൻഡ് ചെയ്ത് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ അക്യുറസി വളരെ കൂടുതലായിരിക്കും. CSAT ക്വാളിഫയിങ് എക്സാം ആണ്. 30 to 35 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്ന് ഈസിയായി അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബാക്കി 10 to 15 ക്വസ്റ്റ്യൻസ് കോംപ്രഹെൻഷനിൽ നിന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ CSAT ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോയിൽ മെയിൻസിൻ്റെ സിലബസ് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.